ഭയങ്കര ബുദ്ധിമുട്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പിള്ളേരോട് പറഞ്ഞു പേടിക്കണ്ട, നമ്മൾ ഇങ്ങനെയെങ്കിലും ആരെങ്കിലും സഹായിക്കും, നമ്മൾ ജീവിച്ച് പോകുന്നതാണ്. എൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണ്ട, നിർത്തിച്ച് കളയാൻ പിച്ചെടുത്തെടുത്ത് മതിയായി എല്ലാവരുടെ അടുത്തും. അതുകൊണ്ട് വേണ്ടാന്ന് പറയുമ്പോൾ പിള്ളേർ പറയും പ്രശ്നമില്ലമ്മ നീ പോയിക്കോ, നമ്മൾ നിൻ്റെ ബാക്കിൽ വരൂ, നമ്മൾ സൂസൈഡ് ചെയ്തോളാം. ഗൂഗിളിലെല്ലാം സെർച്ചിങ് ചെയ്യുന്ന രണ്ടാളും സൂസൈഡ് എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ഇത് പൊടികൾ അത് ഇതെല്ലാം കളക്ട് ചെയ്ത് ഗുളികകളെല്ലാം വേസ്റ്റ് ഗുളികകളെല്ലാം കളക്ട് ചെയ്തിട്ട് വെക്കണം. ഞാനെല്ലാം കൊണ്ടുപോയി കളഞ്ഞു. രണ്ടാളുടെ പണിയെ തന്നെയാണ് സൂസൈഡ് ചെയ്യാൻ പ്രിയപ്പെട്ടവരെ, ഈ അമ്മ പറഞ്ഞ വാക്കെന്ന് കേട്ടോ നിങ്ങള്? ചികിത്സിക്കാൻ വേണ്ടി പല ആളുകളടുത്തും സഹായം അഭ്യർത്ഥിച്ച് ഭിക്ഷയാചിട്ട് പല ആളുകളോടും ഞങ്ങൾ സഹായം ചോദിച്ചു. പല ബാധലുകളും ഞങ്ങൾ മുട്ടിയപ്പോ ഒരു രക്ഷയും ഒരു നിവൃത്തിയും ഇല്ലാത്ത സമയത്ത് ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ ആരും ബേജാറാവണ്ട, ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾക്ക് ചികിത്സിക്കാനും പണമില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ചികിത്സ നഷ്ടപ്പെട്ട് എനിക്ക് എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് പറയുമ്പോ ഈ മക്കള് പറഞ്ഞ വാക്കുകളാണ് അമ്മ പറഞ്ഞ വാക്ക്. അമ്മ നീ പോയാൽ നിന്റെ പിന്നാലെ ഞങ്ങൾ വരും. അതിനുവേണ്ടി ഈ മക്കള് കണ്ടെത്തുന്ന മാർഗം യൂട്യൂബുകളിലും ഫേസ്ബുക്കുകളിലും പല വീഡിയോകള് സൂസൈഡ് എങ്ങനെയാണ്, ആത്മഹത്യ എങ്ങനെ ചെയ്യാണ്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് കണ്ടെത്തുന്ന. അങ്ങനൊന്നും ചെയ്യരുത് കേട്ടോ, എല്ലാത്തിനും പരിഹാരമുണ്ട് മോളെ, ചെയ്യരുത് കേട്ടോ. ചികിത്സ നടക്കും, അമ്മന്റെ ചികിത്സ നടക്കും. നിങ്ങൾ അങ്ങനെയൊന്നും യൂട്യൂബിൽ അങ്ങനത്തെ ഒന്നും നോക്കരുത്. ആ മക്കള് യൂട്യൂബിലൂടെ സെർച്ച് ചെയ്യാണത്ര, ഇങ്ങനെയാണ് ആത്മഹത്യ ചെയ്യേണ്ടത്. പ്ലീസ് അതിലേക്ക് നമ്മൾ ഒരു സഹോദരന്മാരെ പോലെ നിന്നിട്ട് ഈ മക്കൾക്ക് അച്ഛനില്ല എന്ന വിഷമം ഉണ്ടാകരുത്. പ്ലീസ് ഈ കുടുംബത്തെ നമുക്ക് ജീവിതത്തിലെ